ആരെല്ലാം നിന്നെ കൈവിട്ടാലും ദൈവം നിന്നെ കൈവിടുകയില്ല. ആരും പോകാത്ത വഴികളിലൂടെ എൻ്റെ ദൈവം നിന്നെ വഴി നടത്തും. 48-ാം സങ്കീർത്തനം 14-ാമത്തെ വചനം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകും. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ദൈവം ഇന്ന് വ്യത്യസ്തകരമായ വഴികളിലൂടെ നിന്നെ നടത്തുവാൻ പോകുന്നൊരു സന്ദേശമാണ് നിങ്ങൾക്ക് തരുവാൻ പോകുന്നത്. ജീവിതയാത്രയിൽ വഴിമുടങ്ങിയവർ, എങ്ങും ചെല്ലാതെ ജീവിതം അസ്തമിച്ചു പോകുമെന്ന് ചിന്തിച്ചു ഭാരപ്പെടുന്നവർ, ചഞ്ചല ഹൃദയത്തോടെ വചനം കേൾക്കുന്നവർ, നിങ്ങളോട് പറയാം, എൻ്റെ ദൈവം എക്കാലവും നിന്റെ കൂടെയുണ്ട്. വേദപുസ്തകത്തിന്റെ ഏറ്റവും വലിയൊരു ദൂതാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെയുണ്ട്. ആരെല്ലാം നിന്നെ കൈവിട്ടാലും ദൈവം നിന്നെ കൈവിടുകയില്ല. ആരും പോകാത്ത വഴികളിലൂടെ എൻ്റെ ദൈവം നിന്നെ വഴി നടത്തും. യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ, യഹോവയുടെ പെട്ടകം നിങ്ങൾക്ക് മുമ്പിൽ പോകട്ടെ, ഈ വഴി ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലല്ലോ. ദൈവം നിനക്ക് മുമ്പിൽ പോയാൽ, ദൈവം നിന്നെ വഴി നടത്താൻ തീരുമാനിച്ചാൽ, ആരും പോകാത്ത വഴിയെ കൂടെ ദൈവം നിന്നെ കൊണ്ടുപോകും. ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ പെട്ടകം പോവുക, ഇതുവരെ പോയിട്ടില്ലാത്ത വഴി, പോയിട്ടില്ലാത്ത ദേശം, പോയിട്ടില്ലാത്ത പാതയിലൂടെ അവർ യാത്ര ആരംഭിക്കുക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിന്റെ കുടുംബത്തിൽ ആരും പോകാത്ത ഒരവസ്ഥയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകണം? ആരുടെ ലൈഫിൽ ഉണ്ടാകാത്ത ഒരു അനുഗ്രഹം നിന്റെ ലൈഫിൽ ഉണ്ടാകണം. നിന്റെ വീട്ടുകാരുടെയും രക്തബന്ധങ്ങളുടെ നടുവിൽ നീ വ്യത്യസ്തനായിരിക്കണം. അങ്ങനെയെങ്കിൽ നീ ഉറപ്പോടെ പറയേണ്ട വാക്കുണ്ട്, ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവമാകും. എന്നിട്ട് അടുത്ത പദം, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. മനുഷ്യരല്ല നിന്നെ നടത്തുന്നത്, ദൈവമാണ് നിന്നെ നടത്തുന്നത്. ഞാൻ ആത്മാവിലൊരു കാഴ്ച കാണുകയാ. ഈ ദിവസങ്ങളിൽ വ്യത്യസ്തമായ വഴിയിലൂടെ, വ്യത്യസ്തമായ അനുഭവത്തിലൂടെ നിന്നെ പരിശുദ്ധാത്മാവ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പോവുക. ഇതെന്തൊരു അത്ഭുതമെന്ന് നീ പോലും അത്ഭുതപ്പെടുന്നൊരു ഭാവി പദ്ധതിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുക. അടഞ്ഞു കിടക്കുന്നതെല്ലാം തുറന്നു വരികയാ, പൂട്ടിയിട്ടതെല്ലാം ഓപ്പണായി വരിക. നീ തന്നെ അത്ഭുതപ്പെടും, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന്. ആ കണ്ണുകളെ അടച്ച്, ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവമാണ്, അവൻ എന്നെ ജീവപര്യന്തം വഴി നടത്തും ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ മുമ്പോട്ട് പോവാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കർത്താവിൻ്റെ കരം പിടിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം നിന്റെ കൂടെയുണ്ട്. ഗോഡ് ബ്ലസ് യു.